സ്ത്രീകളും അവിശ്വാസങ്ങളും എന്നുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളും എന്നുള്ള ഒരു എലമെന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു പോയിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. ചില പർട്ടിക്കുലർ ഓർണമെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ, ചില പർട്ടിക്കുലർ വസ്തുക്കൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന ഭാഗ്യലബ്ധി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ നല്ല കാലം തുടങ്ങുന്നു, മോശം ദശ അവസാനിക്കുന്നു ഒക്കെ പറയുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസ ചൂഷണങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഇത് എൻ്റെ കരിയർ തന്നെ ബന്ധപ്പെടുത്തി പറയാം. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ വില്ലകളും ഫ്ലാറ്റും ഒക്കെ ഇവിടെ തിരുവനന്തപുരം നഗരത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ 1.5 കോടി 2 കോടി രൂപയുടെയൊക്കെ വീട് ചെയ്യുന്ന ആളുകളുടെ മനസ്സൊക്കെ വളരെ ഇടുങ്ങിയതാണ്. അവരുടെ വിചാരം ഈ ഒരു വീടൊക്കെ ചെയ്ത് ഇവിടത്തേക്ക് ഈ രാജ്യത്തുള്ള എല്ലാ സമ്പത്തും ഇതിനകത്തേക്ക് ഒഴുകിയെത്തണമെങ്കിൽ ഇവിടെ അത് വയ്ക്കണം ഇത് വയ്ക്കണം. അപ്പം ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നല്ലൊരു വീടും നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ടാണെങ്കിൽ നല്ല വെള്ളവും വെളിച്ചവും കാറ്റും ഒക്കെ ഉള്ള ഒരു ഇടമാണ് നമുക്ക് ആവശ്യം. അതുപോലും അറിഞ്ഞുകൂടാത്ത മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തുമാത്രം ഈ അന്ധവിശ്വാസങ്ങളെ വീട്ടിൽ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കുന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. ചിലപ്പം ഉണ്ട്, നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതാണ്, നല്ല പച്ചപ്പാണ്. അത് കുറേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും അത് നോക്കിയിരിക്കുമ്പോൾ. പിന്നെ എന്തെങ്കിലും മണികളൊക്കെ വയ്ക്കാൻ നമ്മൾ നിശബ്ദത ഉള്ള സ്ഥലമാണെങ്കിൽ, ഒറ്റയ്ക്കുള്ള വലിയ വീടൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്, അവിടെ നല്ല വെള്ളം വീഴുന്ന ഒച്ചയും അതിനകത്ത് കുറേ മീനുകളുണ്ട്, നമുക്ക് കൂട്ടിന് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കുറേ വീടൊക്കെ പണിയുന്ന സമയത്ത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തര ആളുകൾ ചെയ്തു വെക്കുന്നത്. നല്ല അന്ധവിശ്വാസമൊക്കെ കളഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ തെക്കേപ്പുറത്ത് പുളി ഇങ്ങനെ മരങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കൽപ്പിച്ച് മരം നടുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിട്ടി. അതിന് പകരം ഈ പറഞ്ഞു വെക്കുന്ന സമയത്ത് ആളുകൾ സ്വർണം കൊണ്ട് അതിന്റെ അടിയിൽ ഇടുകയാണ്. അതൊരു വിശ്വാസമാണ് അവർക്ക്. ഗോൾഡ് കോയിനുകൾ വാങ്ങിച്ചിട്ട് അവർ അതേപോലെ 5 പവനൊക്കെയാണ് ഞാൻ ഈയിടെ ചെയ്തൊരു വീടിന്റെ കട്ടിലയുടെ അടിയിൽ ആ ഗൃഹനാഥൻ നിക്ഷേപിച്ചത്. അപ്പൊ അതൊരു വിശ്വാസമാണ് അവർക്ക്. നമ്മളിനി എങ്ങനെ തിരുത്തിയിട്ടും കാര്യമില്ല. പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഇരുമ്പ് വസ്തുക്കൾ എന്തെങ്കിലും തലയണ കീഴിലൊക്കെ വെക്കണം എന്നുള്ള അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് ഒരു റീസണിങ് എന്തായിരുന്നിരിക്കും ആർക്കറിയാം. പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് അന്ധവിശ്വാസങ്ങളെ കുറിച്ച്, അന്ധവിശ്വാസങ്ങൾ വിപണിവൽക്കരിക്കപ്പെട്ട് ദുഷിച്ചു പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. പക്ഷെ അതല്ലാതെ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെ നിങ്ങൾ കഴിഞ്ഞു കൂടുമോയെന്ന് വെച്ചാൽ എനിക്കറിയാം. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കും, ചെറിയ കുട്ടിയല്ല, എനിക്കൊരു 10-18 വയസ്സൊക്കെ ഉള്ളപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാലേ ഒരു പുസ്തകം എടുത്ത് അപ്പം കിട്ടുന്ന ഗ്രന്ഥം അതെന്തായാലും ചിലപ്പോൾ രാമായണമായിരിക്കും, ചിലപ്പോൾ ബൈബിളായിരിക്കും, ചിലപ്പോൾ ഖുറാനായിരിക്കും, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൈ കിട്ടുന്നത് എടുത്ത് തുറന്നു നോക്കിയിട്ട് 7 വരി 7 അക്ഷരം തള്ളി വായിക്കുക എന്നുള്ളൊരു ഇടപാടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ആയിരിക്കും നമ്മളെ എന്തെങ്കിലും ആലോചിക്കും. എന്തിനാണ് ഡാസ് ക്യാപിറ്റൽ വരെ അതുപോലെ നോക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ. അപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമല്ലെന്ന് വെച്ചാൽ അതെ. പക്ഷേ ഈ അന്ധവിശ്വാസം 2 കാര്യങ്ങളാണ്. ഒന്ന് മനുഷ്യത്വ വിരുദ്ധഭാവം, മറ്റൊരു മനുഷ്യൻ്റെ അവകാശങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തോട് ഞാൻ എൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ഏജൻസി ഉള്ള സാധനം തന്നെയാണ്. അതിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസം പാടില്ല. മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെയും അവരുടെ അന്തസ്സിനെയും ഹനിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസം പാടില്ല. മൂന്നാമത് വിപണിവൽക്കരിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങൾ പാടില്ല. ഇത് 3 എടുത്തു കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. കാരണം ജീവിതം ഭയങ്കര അൺസർട്ടനാണ്. അതുകൊണ്ട് അഞ്ജന മാഡം, ഈ വിഷയത്തെക്കുറിച്ച് അന്ധവിശ്വാസങ്ങൾ, സ്ത്രീകൾ, വിശ്വാസങ്ങൾ, ഇത് 3 എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യ പാലിക്കുന്ന സ്ത്രീകളുണ്ടാവും, ചിലപ്പോൾ അത് അന്ധവിശ്വാസത്തിലൊരു കടന്നുകയറ്റം വന്നിട്ടുണ്ടാവും. എത്രത്തോളം ഉണ്ട് ഇത്തരത്തിലുള്ളൊരു കടന്നുകയറ്റം? അല്ല, അതിൽ മാഡം പറഞ്ഞതിനോട് എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. കാരണം അതിനെവിടെയാണ് നമ്മൾ പരിധി നിശ്ചയിക്കേണ്ടത്? നമുക്കതൊരു ആശ്വാസം തരുന്നതാണെങ്കിൽ അതിന് ആ ഒരു പരിധി എവിടെ വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് ഇപ്പം ധന്യ സൂചിപ്പിച്ചു, അവിടെ ഒരു വാട്ടർ ടാങ്ക് വെക്കുന്നത് ഇപ്പം മീൻ ഇങ്ങനെ പോകുന്നത് കാണുന്നത് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ആ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വെക്കുന്നത് ഓക്കെയാണ്. പക്ഷേ അതവിടെ സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് സമ്പത്ത് വരുന്നില്ല എന്ന തലത്തിലേക്ക് പോകുമ്പോൾ അതൊരു അന്ധവിശ്വാസമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസം സമൂഹത്തിലുണ്ട്, അത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചൂഷണം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റാണോ എന്നുള്ള ബോധം അവർക്കുണ്ടാകണം. ആ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അപ്പോൾ അതുണ്ടാകുമ്പോൾ അത് അന്ധവിശ്വാസം അല്ലാതായി മാറും. അതൊരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒരു ചെടി വീട്ടിൽ വെക്കണമെന്ന് തോന്നുന്ന, അത് കാണുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം, അതിൻ്റെ ഒരു പരിധി, ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് വേണ്ടാതാകേണ്ടത് തന്നെയാണ്.
നമ്മൾ പലപ്പോഴും വിശ്വാസങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് വിശ്വാസം എന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് അപ്ഡേറ്റഡ് ആവേണ്ട വിശ്വാസമാണെന്ന് തോന്നും, ചിലർക്ക് നേരത്തെ വിശ്വാസങ്ങളാണ് നല്ലതെന്ന് തോന്നും. ഒരു ഹെട്രോജീനിയസ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എന്നിരുന്നാൽ പോലും വിശ്വാസങ്ങൾക്കൊക്കെ ഒരു സയൻറ്റിഫിക് റീസണിങ് കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രവണത കണ്ടുവരുന്നുണ്ട്. എന്തൊരു വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സയൻറ്റിഫിക് റീസണിങ് ബാക്കിലേക്ക് ഉണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് വൽക്കരിക്കുന്നതിൻ്റെ പ്രവണത എത്രത്തോളം കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ വാസ്തുവിൻ്റെ രീതിയിലായിട്ടാണെങ്കിലും ഇത് അന്ധവിശ്വാസങ്ങൾ ഇത്തരം ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ ചതിയിൽപ്പെടുന്നുണ്ട്. അപ്പം അതിൽ നിന്നുള്ളൊരു എന്താണ് ഒരു മാറ്റമായിരിക്കും നമ്മളൊരു സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ബലത്തോടു കൂടി നമ്മളൊരു കാര്യത്തെ വിശ്വസിക്കുക എന്നുള്ളത്. അത് സത്യമാണെന്നുള്ളത് നമ്മൾ എപ്പോഴും ബേസിക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ബേസിക് ആ വിഷയത്തെ സത്യമായിട്ട് അറിയുന്ന ഒരാളുടെ ചോദിച്ചാൽ മനസ്സിലാവുന്ന പറയുന്ന പകുതിയും സയന്റിഫിക്കലി പ്രൂവൺ അല്ല, വാലിഡ് അല്ല എന്നുള്ളതുമാണ്. അതെ. അല്ല, അപ്പം ഞാൻ പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ മാനസികമായിട്ട് പിന്തുണയ്ക്കാൻ പറ്റും, തെറ്റിലേക്ക് കൂടുതൽ പോകാതിരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വിശ്വാസങ്ങളും ആചാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായി സയൻസിൻ്റെ ഹെൽപ്പ് എടുക്കുന്ന ഒരു പ്രവണത ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഏറ്റവും അധികം ആ ഒരു പ്രവണത അതായത് സയൻസ് ഉപയോഗിച്ചത് എങ്ങനെയെങ്കിലും ന്യായീകരിക്കണം. അതായത് അതേസമയം വെച്ചാൽ സയൻസ് ഇസ് എ മോഡേൺ ഡിസ്കോഴ്സ്, ഒരു ആധുനിക വ്യവഹാരമാണ്. അതേപോലെ ഒരു ആധുനിക വ്യവഹാരമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രയോഗിക്കരുത്, അത് വിദേശീയം മറ്റേത് മറിച്ചത്. ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൂരമായ പാശ്ചാത്യ സ്വഭാവമുള്ള സാധനം. അത് പ്രയോഗിച്ച് ഇതിനെ ന്യായീകരിക്കാൻ മടിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ആചാരം സ്ത്രീകളെയോ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരെയോ മറ്റുള്ളവരെ ഹനിക്കുന്ന വിധമാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പറയൂ ഇതിങ്ങനെയല്ല, ഇത് ഹ്യൂമൻ റൈറ്റ്സിനെതിരാണല്ലോ എന്ന് പറഞ്ഞു ഹേയ് പാശ്ചാത്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ചാടും. പക്ഷേ ഇതേ ആചാരം ഇവർ തന്നെ ഈ ശാസ്ത്രത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊരു ഭയങ്കര വൈരുദ്ധ്യമാണ്, ഇവർ അംഗീകരിക്കാത്ത വൈരുദ്ധ്യം.